അതുകൊണ്ട് നിങ്ങൾക്കറിയില്ലേ, മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, പാണക്കാട്ട് മുത്തായ മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, ഹൈദർ അലി ശിഹാബ് തങ്ങള്, ഉമർ അലി ശിഹാബ് തങ്ങള് എന്ത് പ്രശ്നം വന്നാൽ അവസാനം പറയുന്ന വാക്കെന്തെന്നറിയുമോ? സമസ്ത എന്ത് പറഞ്ഞു അതിനപ്പുറം ഞങ്ങളില്ല. മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് സമസ്തക്കപ്പുറം ഒരു കാല് വെച്ചിട്ടില്ല. കാരണം സമസ്ത അള്ളാന്റെ ഔലിയാക്കളുടെ പാർട്ടിയാണ്. ആ സമസ്ത മുശാവറയിലാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുണ്ടായത്, പാങ്ങിൽ ഉസ്താദ് ഉണ്ടായത്, കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായത്, കോയക്കുട്ടി ഉസ്താദ് ഉണ്ടായത്, മഹാനായ കാളമ്പോടി ഉസ്താദ് ഉണ്ടായത്, കുഞ്ഞാണി മുസ്ലിയാരുണ്ടായത്, കുമരംപുത്തൂർ ഉസ്താദ് ഉണ്ടായത്, ചെറുശ്ശേരി ഉസ്താദുണ്ടായത്. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവര് എത്രയോ സൂഫിയാക്കളായ ഉസ്താദുമാരാണ്, ഔലിയാക്കളുടെ സഭയായിരുന്നു സമസ്തയെങ്കിൽ. ഇന്നും ഞാൻ നിങ്ങളോട് പറയട്ടെ, സമസ്ത എന്ത് തീരുമാനം പറഞ്ഞാലും നമ്മൾ ആരെങ്കിലും സമസ്തയെ ചോദ്യം ചെയ്താൽ എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ ഈ കൊടി പിടിച്ചിട്ട് കാര്യമില്ല, പിന്നെ ഞാൻ സമസ്തക്കാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മുജാഹിദിനോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അവര് പറയും ഞങ്ങൾ സുന്നിയ. തബ്ലീഗിനോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അവര് പറയും ഞങ്ങൾ സുന്നിയ. ജമാഅത്തെ ഇസ്ലാമിയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അവര് പറയും ഞങ്ങൾ സുന്നിയ. പക്ഷേ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ സുന്നിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സമസ്തയുടെ കൂടെയാകുമ്പോ, അള്ളാന്റെ ഔലിയാക്കളുടെ കൂടെയാകുമ്പോ, അതുകൊണ്ടാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹു തആല രാജാധികാരം കൊടുത്തില്ലേ, സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവ് കൊടുത്തില്ലേ, സൗന്ദര്യം കൊടുത്തില്ലേ, ഈജിപ്തിന്റെ അധികാരം കൊടുത്തില്ലേ, എല്ലാം കൊടുത്തിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ദുആ എന്തായിരുന്നെന്നറിയുമോ? തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്സാലിഹീൻ. അല്ലാഹുവേ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണമെന്ന് മാത്രമല്ല, മുസ്ലിമാക്കി മരിപ്പിക്കണമെന്ന് പറഞ്ഞ് ദുആ നിർത്താതെ അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തപ്പോൾ ദുആ ചെയ്തത് വഅൽഹഖനി ബിസ്സാലിഹീൻ. അല്ലാഹുവേ എന്നെ സാലിഹീങ്ങളുടെ കൂടെ ചേർക്കണേ.